ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ പ്രീവിയസ് ക്ലാസ്സിൻ്റെ തന്നെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അക്കൗണ്ടിങ് ഫോർ ഹോട്ടൽസ് എന്നുള്ള ടോപ്പിക്കിൻ്റെ ബേസിസ് ഓഫ് ചാർജിങ് റൂം റെൻറ്റ് എന്നുള്ളതിൻ്റെ സെക്കൻഡ് ആൻഡ് തേർഡ് ബേസിസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് റൂം റെൻറ്റ് എന്താണെന്നും റൂം റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഏറ്റവും മെയിനായിട്ട് 3 ബേസിസ് ആണുള്ളതെന്നും നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞു. 3 ബേസിസിലെ ഫസ്റ്റ് ബേസിസ് ഓഫ് 24 hours പ്രീവിയസ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ സെക്കൻഡ് കേസ് 24 hour ബേസിസ് പോലെ അടുത്ത കേസാണ് നമുക്കിനി പറയാനായിട്ടുള്ളത്. ബേസിസ് ഓഫ് നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ എങ്ങനെ റൂം റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇനി അടുത്ത കേസ് നമ്മൾ പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് നൈറ്റ് സ്പെൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഗസ്റ്റ് ഒരു ഹോട്ടലിൽ താമസിക്കാനായിട്ട് വരുമ്പോൾ അദ്ദേഹം ഒരു നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്തായിരിക്കും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് റൂം റെൻറ്റ് ഡേയ്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കളക്ട് ചെയ്യുന്നത്. അതാണ് ബേസിസ് ഓഫ് നൈറ്റ് സ്പെൻഡ് എന്ന് പറയുന്നത്. സോ അണ്ടർ ദിസ് സിസ്റ്റം എ ഗസ്റ്റ് ഈസ് ചാർജ്ഡ് എ സ്പെസിഫിക് എമൗണ്ട് ഫോർ എവറി നൈറ്റ് സ്പെൻഡ് ഇൻ ദ ഹോട്ടൽ. ആ ഒരു ഹോട്ടലിൽ ഓരോ നൈറ്റും സ്പെൻഡ് ചെയ്യുന്ന എണ്ണത്തിനനുസരിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ റൂം ഡേയ്സും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റൂം റെൻറ്റും അത്രയും ഡേയ്സ് എന്നുള്ള രീതിയിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ഗസ്റ്റ് ഈസ് സപ്പോസ് ടു വെക്കേറ്റ് ദ റൂം ബിഫോർ ദ ഡിന്നർ ടൈം ഓൺ ദ ഫോളോയിങ് ഡേ. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസത്തെ റൂം റെൻറ്റ് മിനിമം ഗ്യാരണ്ടീഡ് എമൗണ്ട് എന്നുള്ള രീതിയിൽ കളക്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു ദിവസം അദ്ദേഹം വരുന്നു, മിനിമം നെക്സ്റ്റ് ഡേയുടെ ഡിന്നർ ടൈമിന് മുന്നേ അദ്ദേഹം എന്ത് ചെയ്യണം? വെക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസത്തേത് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി. ദ ഗസ്റ്റ് ഈസ് സപ്പോസ് ടു വെക്കേറ്റ് ദ റൂം ബിഫോർ ദ ഡിന്നർ ടൈം ഓൺ ദ ഫോളോയിങ് ഡേ. അപ്പോൾ ഇന്നാണ് അദ്ദേഹം ഒരു ഹോട്ടലിൽ വന്ന് മുറിയെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, താമസിക്കാനായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ, ഇന്ന് നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്താൽ തീർച്ചയായിട്ടും 1 ഡേയുടെ ചാർജ് അദ്ദേഹം കൊടുക്കേണ്ടി വരും. 1 ഡേയുടെ റെൻറ്റ് എത്രയാണോ അത് അദ്ദേഹം കൊടുക്കേണ്ടി വരും. നാളത്തെ ഡിന്നർ ടൈമിന് മുന്നേ വെക്കേറ്റ് ചെയ്യുന്നത് വരെയും അദ്ദേഹത്തിന് ഈ 1 ഡേയുടെ മാത്രം എമൗണ്ട് സ്പെൻഡ് ചെയ്ത് അവിടെ നിൽക്കാനായിട്ട് പറ്റും. അടുത്ത ദിവസം നൈറ്റ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് തൊട്ടടുത്ത ദിവസത്തേതും കൂടി കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. ഇഫ് ഹി കണ്ടിന്യൂസ് ദിസ് ഡേ, അതായത് അടുത്ത നൈറ്റും അദ്ദേഹം അവിടെ കണ്ടിന്യൂ ചെയ്താലോ, ഹി വിൽ ബി ചാർജ്ഡ് ഫോർ അനദർ നൈറ്റ്. അപ്പോൾ പിന്നെ ഒരു അനദർ നൈറ്റ്, സെക്കൻഡ് നൈറ്റ് എന്നുള്ള രീതിയിലും കൂടി സെക്കൻഡ് ഡേയും കൂടി അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷനിലോട്ട് സെക്കൻഡ് ഡേയുടെ റെൻറ്റും കൂടി അദ്ദേഹം കൊടുക്കേണ്ടതായിട്ട് വരുന്ന കേസാണ്. This basis is generally adopted by the side hotels or transit hotels where the travelers may like to spend only the night. അതായത് ഷോർട്ട് സ്റ്റേ ഹോട്ടൽ പോലെ കണ്ടക്ട് ചെയ്യുന്ന ഹോട്ടൽസിലാണ് ഈ ഒരു ബേസിസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അവർ മെയിനായിട്ടും ഹോട്ടലിൽ നൈറ്റ് മാത്രം ആളുകൾ വന്ന് താമസിച്ച് പോകുന്ന തരത്തിലുള്ള ട്രാവലേഴ്സിന് വേണ്ടി മാത്രം, ഷോർട്ട് സ്റ്റേ ചെയ്യുന്ന ട്രാവലേഴ്സിനെ ഉദ്ദേശിച്ചായിരിക്കും മെയിനായിട്ടും ഈ ഒരു ബേസിസ് ഫോളോ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനി നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ വർക്കൗട്ട് ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് അത് കൂടുതൽ ക്ലിയർ ആകും. ഇല്ലുസ്ട്രേഷൻ 3 ആണ് ഇനി നമ്മൾ പറയുന്നത്. മിസ്റ്റർ കവി ഓക്യുപ്പൈസ് എ റൂം ഇൻ എ 5-star hotel at 9 PM on 11th October 2019 on European plan at ₹4,000 for every night spent plus 10% service charge. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ നമുക്ക് ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ പറയുന്നുണ്ട്. ഇവിടെ ആരാണ് കസ്റ്റമറിൻ്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. ഗസ്റ്റിൻ്റെ പേര് മിസ്റ്റർ കവി എന്നാണ്. ഒരു 5-star ഹോട്ടലിൽ 11th October 9 PM രാത്രി 9 മണിക്ക് അദ്ദേഹം ഒക്ടോബർ 11 9 മണിക്ക് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അവിടെ ചെക്ക് ഇൻ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പ്ലാൻ യൂറോപ്യൻ പ്ലാൻ ആണ്. കസ്റ്റമറിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അതായത് അക്കമഡേഷൻ മാത്രമേ ഉള്ളൂ, മീൽസ് ഇല്ല എന്നുള്ള രീതിയാണ്. അക്കമഡേഷൻ പ്ലാനാണ്. അദ്ദേഹത്തിൻ്റെ റെൻറ്റ് എന്ന് പറയുന്നത് 4,000 ആണ് ഫോർ എവറി നൈറ്റ് സ്പെൻഡ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവർ പറയുന്നുണ്ട് ഏതാണ് ബേസ്. എവറി നൈറ്റ് സ്പെൻഡ്, ഓരോ നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നതിന് 4,000 കൊടുക്കണമെന്നുള്ളതാണ് റൂം റെൻറ്റിൻ്റെ ബേസ്. എന്നാൽ 4,000 മാത്രം പോരാ, പ്ലസ് ഒരു സർവീസ് ചാർജായിട്ട് ഒരു 10% സർവീസ് ചാർജും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. പ്രീവിയസ് ഇല്ലുസ്ട്രേഷനിൽ നമ്മൾ ചെയ്തപ്പോഴും ഇങ്ങനെ തന്നെ കണ്ടിരുന്നു. കാൽക്കുലേറ്റ് എമൗണ്ട് പേയബിൾ ബൈ മിസ്റ്റർ കവി ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. അപ്പോൾ താഴെ പറയുന്ന 3 സാഹചര്യങ്ങളിൽ അദ്ദേഹം എങ്ങനെ എമൗണ്ട് കൊടുക്കേണ്ടി വരും? ഈ 4,000 എന്നുള്ള മിനിമം 1 ഡേയിൽ നിൽക്കുമോ, അടുത്ത എമൗണ്ടൂടെ അടുത്ത ഡേയുടെ നൈറ്റൂടെ കാൽക്കുലേറ്റ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കേസാണ് താഴത്തെ ഓരോ കേസ്. അതിലെ ഫസ്റ്റ് വൺ നോക്കുക. ഇഫ് മിസ്റ്റർ കവി ചെക്സ് ഔട്ട് അറ്റ് 10 AM on 12th October 2019. എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം ചെക്ക് ഇൻ ചെയ്ത സമയം നമുക്ക് ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. 11th October
11th ഒക്ടോബറിൽ ഏത് ടൈമിലാണ്? രാത്രി 9 മണിക്ക് 9 PM അദ്ദേഹം എന്ത് ചെയ്തത്? ചെക്ക് ഇൻ ചെയ്തത്. അദ്ദേഹം ഹോട്ടലിലോട്ട് വന്ന ടൈമാണ് ഈ പറയുന്നത്. 11th ഒക്ടോബർ 9 PM അദ്ദേഹം വന്നു. ഫസ്റ്റ് കേസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം ചെക്ക് ഔട്ട് ചെയ്യുന്നത് 12th ഒക്ടോബറിൽ തൊട്ടടുത്ത ദിവസം 12th ഒക്ടോബർ അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് അദ്ദേഹം വെക്കേറ്റ് ചെയ്തു, ചെക്ക് ഔട്ട് ചെയ്തു. അപ്പം മിസ്റ്റർ കവി ചെക്സ് ഔട്ട് അറ്റ് 10 AM ഓൺ 12th ഒക്ടോബർ 2019. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ, 11th ഒക്ടോബറിന് വന്നു, 9 മണിക്ക് രാത്രി 9 മണിക്ക് വന്നു, നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു. തീർച്ചയായിട്ടും ആ നൈറ്റ് സ്പെൻഡ് ചെയ്തതിൻ്റെ 1 ഡേ എത്രയാണോ 4000 ആണെങ്കിൽ 4000 അദ്ദേഹം കൊടുക്കണം, പ്ലസ് 10% സർവീസ് ചാർജ് കൂടെ അദ്ദേഹം കൊടുക്കണം. അടുത്ത 12th എന്ന് പറയുന്ന ഒക്ടോബർ തൊട്ടടുത്ത ദിവസം രാത്രി അദ്ദേഹം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം അദ്ദേഹം രാവിലെ 10 മണിയായപ്പോഴേ വെക്കേറ്റ് ചെയ്തു പോയി. അദ്ദേഹം അവിടെ നിന്ന് പോയി. അപ്പോൾ രാവിലെ 10 മണിക്ക് തന്നെ പോയതുകൊണ്ട് ആകെ ഒരു നൈറ്റ് മാത്രമേ അദ്ദേഹം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ഫോർ ജസ്റ്റ് 1 നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്തത് കൊണ്ട് 1 ഡേയുടെ എമൗണ്ട് മാത്രം ചാർജ് 1 നൈറ്റിൻ്റെ എമൗണ്ട് മാത്രം ചാർജ് ചെയ്താൽ മതി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എത്ര എമൗണ്ട് ചാർജ് ചെയ്യും? മിസ്റ്റർ കവി വിൽ ബി ചാർജ്ഡ് 4000 ഫോർ 1 നൈറ്റ്. അപ്പോൾ ഒരു 1 നൈറ്റിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ റെൻ്റായിട്ട് 4000ഉം പിന്നെ സർവീസ് ചാർജായിട്ട് അതിൻ്റെ 10% എത്ര വരും? 400 കൂടെ ചാർജ് ചെയ്യും. അപ്പോൾ 4400 ആണ് ഈ ഒരു കേസിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് റൂം റെൻ്റ് എന്നും പറഞ്ഞ് കളക്ട് ചെയ്യുന്നത് നൈറ്റ് ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത്. ഇനി തൊട്ടടുത്ത കേസിൽ എങ്ങനെ ചെയ്യാം നമുക്ക്? സെക്കൻഡ് കേസിൽ മിസ്റ്റർ കവി ചെക്സ് ഔട്ട് അറ്റ് 6 PM ഓൺ 12th ഒക്ടോബർ 2019. ഇവിടെയും എന്താണ് നമ്മൾ മുമ്പേ പറഞ്ഞ അതേ കാര്യം. 11th ഒക്ടോബറിന് വരുന്നു. സമയം അദ്ദേഹം വന്നത് രാത്രി 9 മണിക്കായിരുന്നു. അത് ചെക്ക് ഇൻ ചെയ്ത സമയത്തിന് വ്യത്യാസമൊന്നുമില്ല. സെക്കൻഡ് കേസിൽ എന്താ സംഭവിച്ചത്? അദ്ദേഹം ചെക്ക് ഔട്ട് ചെയ്തത് എന്നാണ്? അടുത്ത ദിവസം 12th ഒക്ടോബറിൽ അടുത്ത ദിവസം അദ്ദേഹം എത്ര മണിയായപ്പോൾ അവിടെ നിന്ന് പോയി? 6 മണിയായപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പോയി. അദ്ദേഹം അടുത്ത ദിവസത്തെ നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്തോ? ഇല്ല. അടുത്ത ദിവസത്തെ നൈറ്റ് സ്പെൻഡ് ചെയ്തില്ലെന്ന് മാത്രമല്ല, എന്താണ് ആകെ കൂടെ ആ ഒരു വന്ന 11th ഒക്ടോബറിലെ നൈറ്റ് മാത്രമേ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. 12th ഒക്ടോബറിൽ എന്ത് ചെയ്തു? ഡിന്നർ ടൈമിന് മുന്നേ വെക്കേറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എത്ര എമൗണ്ട് ചാർജ് ചെയ്യണം? അല്ലെ എത്ര നൈറ്റ് അദ്ദേഹത്തിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യണം? ആകെ കൂടെ ആ വന്ന 11th ഒക്ടോബർ 9 PM വന്ന ആ ഒരു നൈറ്റ് മാത്രമേ അദ്ദേഹം അവിടെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പിറ്റേ ദിവസം പകൽ മൊത്തം ഉണ്ടെങ്കിൽ തന്നെയും അത് കാൽക്കുലേറ്റ് ചെയ്യില്ല. നൈറ്റ് ബേസിസ് ആയതുകൊണ്ട് വൈകുന്നേരം 6 മണിയായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? വെക്കേറ്റ് ചെയ്തു. ആ രാത്രി നൈറ്റ് സ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹത്തിന് 1 ഡേയുടെ റെൻറ്റ് മാത്രമേ ചാർജ് ചെയ്യത്തുള്ളൂ ഈ ഒരു കേസിലും. സോ ഇതിൻ്റെ ആൻസർ എങ്ങനെ പറയാം? ജസ്റ്റ് 1 ഡേ മാത്രമേ ഇതിൻ്റെ അകത്തും വരുന്നുള്ളൂ. മിസ്റ്റർ കവി വിൽ ബി ചാർജ്ഡ്. ഇവിടെ 1 ഡേയുടെ റെൻറ്റ് എത്ര വരും? 4000 വരും. അതിൻ്റെ കൂടെ 400 റുപ്പീസ് അല്ലെ 10% സർവീസ് ചാർജ് കൂടെ ചേർത്ത് 4400 ആണ് ഈ ഒരു കേസിലും അദ്ദേഹം എന്ത് ചെയ്യേണ്ടത്? റൂം റെൻ്റായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. കാരണം എന്താണെന്നറിയാമല്ലോ, ഇവിടെ 1 നൈറ്റ് മാത്രമേ അവിടെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇനി ലാസ്റ്റ് തേർഡ് കേസ് നോക്കുക. തേർഡ് കേസ് എന്താ? ഇഫ് മിസ്റ്റർ കവി ചെക്സ് ഔട്ട് അറ്റ് 6 AM ഓൺ 13th ഒക്ടോബർ 2019. 13th ഒക്ടോബർ എന്ന് പറയുന്ന ഡേറ്റിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ചെക്ക് ഔട്ട് ചെയ്യുന്നത്. 13th ഒക്ടോബർ എന്ന് പറഞ്ഞ ഡേറ്റിൽ ഏത് സമയത്ത്? 6 മണിക്ക്, രാവിലെ 6 മണിക്ക് അദ്ദേഹം വെക്കേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, 11th എന്ന് പറയുന്ന നൈറ്റ് അദ്ദേഹം അവിടെ സ്പെൻഡ് ചെയ്തു. 12th നൈറ്റും അദ്ദേഹം അവിടെ സ്പെൻഡ് ചെയ്തു. 13th നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. 13ാം തീയതി രാവിലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ നിന്ന് പോയി, ചെക്ക് ഔട്ട് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്ര ഡേയ്സ് അവിടെ സ്പെൻഡ് ചെയ്തു? 2 days ആണ് അദ്ദേഹം അവിടെ സ്പെൻഡ് ചെയ്തത്, അല്ലേ? അപ്പോൾ ആ 2 daysൻ്റെ മാത്രം കാൽക്കുലേഷനാണ് അദ്ദേഹത്തിന് വേണ്ടി അവിടെ എന്താണ് റൂം റെൻറ്റ് കാണാൻ വേണ്ടി നൈറ്റ് സ്പെൻഡ് ബേസിൽ എടുക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 2 daysലേക്ക് എത്ര വരും? 1 daysലേക്ക് 4000, 2 daysലേക്ക് 8000. 8000ൻ്റെ 10% 800 സർവീസ് ചാർജ് കൂടെ ചേർത്ത് ടോട്ടൽ 8800 ആണ് ഈ ഒരു കേസിൽ അറിയുന്ന മിസ്റ്റർ കവിയുടെ കയ്യിൽ നിന്ന്. ലാസ്റ്റ് കേസിൽ നൈറ്റ് ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്യേണ്ടത്. മിസ്റ്റർ കവി വിൽ ബി ചാർജ്ഡ് റുപ്പീസ് 8800 ഫോർ 2 nights ആസ് ഹി സ്പെൻഡ് 2 nights ഇൻ ദ ഹോട്ടൽ. ആ 2 രാത്രി നൈറ്റിലേക്കുള്ള 8800 ഈ ഒരു കേസിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ബേസിസ് ഓഫ് നൈറ്റ് സ്പെൻഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ബേസ് എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ചെക്ക് ഔട്ട് ടൈം. ചെക്ക് ഔട്ട് ടൈം ബേസിസിൽ എങ്ങനെയാണ് ഈ ഒരു റൂം റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നാണ് അടുത്തത് പറയുന്നത്. അണ്ടർ ദി സിസ്റ്റം എ കൺവെൻഷണൽ ടൈം ഈസ് ചൂസൺ ആസ് ദ ഫിക്സഡ് ചെക്ക് ഔട്ട് ടൈം. ഇവിടെ ഒരു ഹോട്ടൽ തന്നെ അവിടെ ഒരു കൺവെൻഷണൽ ട്രഡീഷണൽ ആയിട്ട് അവരൊരു ടൈം വെച്ചിട്ടുണ്ടാകും, ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ചെക്ക് ഔട്ട് ടൈം വെച്ചിട്ടുണ്ടാകും. ആ ടൈമിനുള്ളിൽ
വെക്കേറ്റ് ചെയ്യുന്നവർക്ക് ആ മിനിമം 1 ഡേയുടെ എമൗണ്ട് കൊടുക്കുക. ഇനി അതിൽ കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നവർക്ക് അടുത്ത ദിവസത്തെയും കൂടെ റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണിത്. അതായത് ഇഫ് ദ ഗസ്റ്റ് ചെക്സ് ഔട്ട് അറ്റ് ദ ഹോട്ടൽ ഫ്രം ദ ഹോട്ടൽ ബിഫോർ ദ ചെക്ക് ഔട്ട് ടൈം, ആ ചെക്ക് ഔട്ട് ടൈമിന് മുന്നേ അദ്ദേഹം അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്താൽ, ചെക്ക് ഔട്ട് ചെയ്താൽ, ദെൻ ഹീ ഈസ് ചാർജ്ഡ് ഫോർ 1 ഫുൾ ഡേ ഫ്രം ദ ഡേ ദ ചെക്ക് ഇൻ ടൈം ടു ദ ഫോളോയിങ് ചെക്ക് ഔട്ട് ടൈം. അദ്ദേഹം ചെക്ക് ഇൻ ചെയ്ത സമയം മുതൽ ചെക്ക് ഔട്ട് ചെയ്ത സമയം വരെ ഉള്ള ഫുൾ ഡേയുടെ ചാർജ് മാത്രമായിട്ട് എടുക്കും. ആ ചെക്ക് ഔട്ട് ടൈമിന് മുന്നേ പോവുകയാണെങ്കിൽ 1 ഡേയുടെ എന്നുള്ള രീതിയിൽ മാത്രം അതിനെ കണക്ക് കൂട്ടി വിടുന്നതാണ്. സം ഹോട്ടൽസ് കീപ്പ് എ ഗ്യാപ്പ് ഓഫ് ഹാഫ് ആൻ അവർ ബിറ്റ്വീൻ ചെക്ക് ഇൻ ടൈം ആൻഡ് ചെക്ക് ഔട്ട് ടൈം. അതായത് ഈ ഒരു നമ്മളൊരു ഹോട്ടലിൽ ചെന്നാൽ തന്നെ നമുക്കൊരു ബുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു റൂം കിട്ടാനായിട്ടുള്ള ഒരു താമസം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ചില ഹോട്ടലുകൾ എന്ത് ചെയ്യാറുണ്ട്, ചെക്ക് ഇൻ ടൈമിനും ചെക്ക് ഔട്ട് ടൈമിനും ഇടയിൽ ഒരു ഹാഫ് ആൻ അവർ ഗ്യാപ്പൊക്കെ അലോഡ് ആണെന്നും കൂടെ പറയണം. വളരെ കൃത്യമായിട്ട് നമ്മൾ 10 മണി എന്ന് പറഞ്ഞാൽ 10 മണിക്ക് തന്നെ എന്നല്ല ഉദ്ദേശിക്കുന്നത്, കുറച്ച് ടൈമൊക്കെ ഒരു അലോഡ് ആയിരിക്കും ഈ ഒരു ബേസിസിലെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദിസ് സിസ്റ്റം ഈസ് വൈഡ്ലി അഡോപ്റ്റഡ് ഇൻ ഇന്ത്യ ആസ് ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ഫോർ ബോത്ത് ടു ദ ഗസ്റ്റ് ആൻഡ് ടു ദ ഹോട്ടൽ. അപ്പോൾ 2 പാർട്ടീസിന് കൺവീനിയൻ്റ് ആയതുകൊണ്ട് ഇന്ത്യയിൽ കൂടുതൽ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഈ ഒരു ചെക്ക് ഔട്ട് ടൈം ബേസിലുള്ള റൂം റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയും കൂടിയാണെന്നാണ് മീനിങ്ങിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടത് മനസ്സിലാവും. ഇല്ലുസ്ട്രേഷൻ 4 ആണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. Illustration 4. Mr. A arrives in Bombay and checks into room in a 5-star hotel at 4 p.m. on 1st June 2020 at rupees 5,000 per day plus 10% for service charge on European plan. അപ്പം മിസ്റ്റർ എ എന്ന് പറയുന്നൊരു വ്യക്തി ബോംബെയിൽ വന്നു. അദ്ദേഹം ഒരു 5-star ഹോട്ടലിൽ റൂം എടുക്കുന്നു. എന്നാണ് വരുന്നത്? 1st June 2020 അദ്ദേഹം അവിടെ ചെക്ക് ഇൻ ചെയ്യുന്നത്. 1st June 2020. അപ്പോൾ 1st June 2020 അദ്ദേഹം അവിടെ ചെക്ക് ഇൻ ചെയ്യുന്നു. സമയം 4 മണിയാണ്, 4 PM, വൈകുന്നേരം 4 മണിക്കാണ്, ഈവനിങ് 4 PM ചെക്ക് ഇൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന് പെർ ഡേയിൽ 5,000 ആണ് ചാർജ് ചെയ്യുന്നത്, പ്ലസ് 10% സർവീസ് ചാർജും കൊടുക്കണം. യൂറോപ്യൻ പ്ലാൻ ആണ് ഫോളോ ചെയ്യുന്നത്. അക്കോമഡേഷൻ ഉള്ളിയാണ് പ്ലാനിൻ്റെ നേച്ചർ. ചെക്ക് ഔട്ട് ടൈം ഇൻ ദ ഹോട്ടൽ ഈസ് 12 noon. അപ്പോൾ ചെക്ക് ഔട്ട് ടൈം ബേസിസിലുള്ളതാണല്ലോ. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ 24 hour ബേസിസ് അല്ല നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നോ എന്നല്ല നോക്കുന്നത്. പകരം ഇവിടെ ആര് തന്നെ ഫിക്സ് ചെയ്തൊരു ടൈമുണ്ട്, ഹോട്ടലിൽ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെക്ക് ഔട്ട് ടൈം കാണും. അപ്പോൾ ഇവിടുത്തെ ചെക്ക് ഔട്ട് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 12 noon ആണ്. അതായത് 12 PM. ഉച്ചയ്ക്ക് 12 മണിക്ക് മുന്നേ പോയാൽ എത്ര ദിവസം അവിടെ നിന്നോ എന്നുള്ളതിനെ ബേസ് ചെയ്ത് അവരുടെ എന്ത് ചെയ്യണം, റെൻറ്റ് കൊടുക്കണം എന്നുള്ളൊരു രീതിയാണ്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് പേയബിൾ ബൈ മിസ്റ്റർ എ ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. അപ്പോൾ താഴോട്ട് പറയുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കേണ്ട രീതിയാണ്. അപ്പോൾ ഫസ്റ്റ് കേസ് എന്താ? ഇഫ് മിസ്റ്റർ എ ചെക്സ് ഔട്ട് അറ്റ് 10 PM ഓൺ ദ സെയിം ഡേ. എന്താ സംഭവിക്കുന്നത് ഇവിടെ? സെയിം ഡേയിൽ തന്നെ, സെയിം ഡേ എന്ന് പറഞ്ഞാൽ ആ 1st June തന്നെ വൈകുന്നേരം 10 മണിയായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ 1st June 4 മണിക്ക് വന്നു. അന്ന് തന്നെ എന്ത് ചെയ്തു, വൈകുന്നേരം 1st June തന്നെ 10 മണിയായപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. അദ്ദേഹം അവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ദിവസം 12 മണി വരെ അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞാൽ പോലും എത്ര പാർട്ട് ഒരു ഫുൾ ഡേ വന്നില്ല എങ്കിൽ പോലും അതിൻ്റെ ഒരു പാർട്ട് മാത്രമേ വന്നിട്ടുള്ളെങ്കിലും മിനിമം ഗ്യാരണ്ടീഡ് എമൗണ്ട് ആയിട്ട് എന്ത് ചെയ്യേണ്ട വരും, ഒരു ഡേ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ദിവസത്തെ റെൻറ്റും സർവീസ് ചാർജും കൊടുത്തിട്ട് പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്ര എമൗണ്ട് കൊടുക്കേണ്ട വരും? ഹി വിൽ ബി ചാർജ്ഡ് 5,000 പ്ലസ് 10% സർവീസ് ചാർജ്, ദാറ്റ് ഈസ് 500. സോ ടോട്ടൽ 5,500 അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന്, മിസ്റ്റർ എയുടെ കയ്യിൽ നിന്ന് അദ്ദേഹം ചെക്കൗട്ട് ആവുന്ന ടൈമിൽ ചാർജ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ 5,500 ആണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്ന എമൗണ്ട്. എത്ര ഡേയ്സിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു? 1 ഡേയിലേക്ക് മാത്രം. കാരണം അദ്ദേഹം എന്ന് വന്നോ അന്ന് വൈകുന്നേരം തന്നെ ലെഫ്റ്റായി, ചെക്കൗട്ടായി, തൊട്ടടുത്ത ദിവസത്തെ ചെക്കൗട്ട് ടൈം ഒന്നും ക്രോസ് ചെയ്തിട്ടില്ല. അടുത്ത കേസോ, മിസ്റ്റർ എ ചെക്സ് ഔട്ട് അറ്റ് 9 AM ഓൺ 2nd June 2020. അപ്പോൾ 2nd June അടുത്ത ദിവസമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ചെക്കൗട്ട് ചെയ്യുന്ന ഒരു കേസ്. അത് രാവിലെ 9 മണിക്ക് അദ്ദേഹം എന്ത് ചെയ്തു, രാവിലെ 9 മണിക്ക് അദ്ദേഹം ലെഫ്റ്റായി. ഈ ഒരു കേസിൽ എന്ത് സംഭവിക്കും? വന്നത് 1st Juneനാണ്. ജൂൺ 1 തീയതി വൈകുന്നേരം 4 മണിക്ക് വന്നു. പിറ്റേ ദിവസം എത്ര മണി വരെ അദ്ദേഹത്തിന് അവിടെ ആദ്യം ഒരു ഡേയുടെ തന്നെ ബേസിൽ നിൽക്കാൻ പറ്റും?
അടുത്ത ദിവസം 12 മണി വരെ നിൽക്കാൻ പറ്റും. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു? രാവിലെ 9 മണിയായപ്പോഴേ അവിടെ നിന്ന് ചെക്കൗട്ടായി. അതിൻ്റെ മീനിങ് എന്താ? തീർച്ചയായിട്ടും അദ്ദേഹം എന്ത് ചെയ്താൽ മതി? 1 ഡേയുടെ റെൻറ്റ് മാത്രം കൊടുത്താൽ മതി. റെൻറ്റ് പെർ ഡേ ആയിട്ട് ആകെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഒരു 5500 1 ഡേയുടെ റെൻറ്റ് മാത്രം ഈ ഒരു കേസിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ചെക്കൗട്ട് ടൈം കഴിഞ്ഞിട്ടില്ല, 1 ഡേ ക്രോസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ കേസ്. അടുത്ത കേസോ, തേർഡ് കേസിൽ ഇഫ് മിസ്റ്റർ എ ചെക്സ് ഔട്ട് അറ്റ് 6 AM ഓൺ 2 June 2020. അതായത് അദ്ദേഹം ലെഫ്റ്റ് ആവുന്നത് എന്നാണ്? 2 June 6 PM വൈകുന്നേരം 6 മണിക്കാണ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അദ്ദേഹം June 1 വന്നു, വൈകുന്നേരം 4 മണിക്ക് വന്ന വ്യക്തിയാണ്. പിറ്റേ ദിവസം 12 മണി വരെയും അദ്ദേഹത്തിന് ഒരു ഡേ എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യും. ആ 12 മണി കഴിഞ്ഞ് അദ്ദേഹം നിൽക്കുന്ന ദിവസം ആണ് 2 ജൂണിൽ 12 മണി, ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം അദ്ദേഹം അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ഡേ ആയിട്ട് അതിനെ കണക്ക് കൂട്ടും അല്ലേ? എന്ന് വരെ 3-ാം തീയതി 12 മണി വരെ അദ്ദേഹത്തിൻ്റെ ആ സെക്കൻഡ് ഡേ ആയിട്ട് അതിനെ കണക്ക് കൂട്ടും. ഇവിടെ എന്താ സംഭവിച്ചത്? 2-ാം തീയതി അദ്ദേഹം 12 മണി കഴിഞ്ഞിട്ട് നിന്നു. എത്ര മണി വരെ നിന്നു? വൈകുന്നേരം 6 മണി വരെ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ 2-ാമത്തെ ഡേ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് 2 days എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ എമൗണ്ട് എത്രയാണ്? 5000 ആണ്. സോ 2 ദിവസത്തേതാകുമ്പോൾ 10,000 ആകും. 10,000ൻ്റെ കൂടെ 10% സർവീസ് ചാർജോട് ചേർത്ത് 11,000 rupees ആണ് അദ്ദേഹം എന്ത് ചെയ്യേണ്ടി വരുന്നത്? ഈ ഒരു കേസിൽ റെൻ്റായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. നെക്സ്റ്റ് വൺ എന്താ? ഏറ്റവും ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇഫ് മിസ്റ്റർ എ ചെക്സ് ഔട്ട് അറ്റ് 4 PM ഓൺ 3 June 2020. 3 ജൂണിലാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ 1 ജൂൺ 4 മണിക്ക് വന്നു, അദ്ദേഹം പോകുന്നത് 3 ജൂണിലാണ്. ടൈമും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം എത്രയാണ്? 4 PM വൈകുന്നേരം 4 മണിക്ക്. അതായത് 1 ജൂണിൽ വന്നു, 1 ജൂൺ വന്നിട്ട് 2 ജൂൺ ഉച്ചവരെയും അദ്ദേഹത്തിന് അവിടെ നിൽക്കാം. 3 ജൂൺ ഉച്ചവരെയും അദ്ദേഹത്തിന് നിന്നതുകൊണ്ട് അദ്ദേഹം എന്തായി? 2 ദിവസം അവിടെ കണ്ടിന്യൂസ് നിന്നതായി. വീണ്ടും 3 ജൂണിൻ്റെ ഉച്ചയ്ക്ക് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നില്ല. അത് കഴിഞ്ഞ് 4 മണി വരെ അദ്ദേഹം അവിടെ സ്റ്റേ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു കേസിൽ 3 ദിവസമായിട്ട് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ 3 days ആണ് ഈ ഒരു കേസിൽ അദ്ദേഹത്തിൻ്റെ റൂം റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ 3 daysലേക്ക് എത്ര എമൗണ്ട് വരും? 15,000 രൂപ അല്ലേ? 5,000 രൂപ ഒരു ദിവസത്തേനാണ്. അപ്പോൾ 3 daysലേക്ക് 15,000 പ്ലസ് സർവീസ് ചാർജായിട്ട് എത്രയും കൂടെ വരും? 1,500 രൂപയും കൂടെ വരും. സോ ടോട്ടൽ 16,500 rupees ആണ്. 16,500 രൂപയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 3 ദിവസത്തെ റൂം റെൻ്റാണ് 3 ഡേയ്സിൻ്റേതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നത്. എങ്ങനെയാണ് വന്നത്? അദ്ദേഹം വന്നത് എന്നാണ്? 1 ജൂണിലാണ്. 1 ജൂണിൽ വൈകുന്നേരം 4 മണിക്ക് അദ്ദേഹം അവിടേക്ക് എത്തുന്നു. 4 PM അറ്റ് 1 ജൂണിൽ വരുന്നു. അദ്ദേഹം ചെക്കൗട്ട് ചെയ്യുന്നത് 3 ജൂൺ 4 PM-നാണ്. അപ്പം 1 ജൂൺ വന്ന വ്യക്തി 4 മണി മുതൽ അടുത്ത ദിവസം 2 ജൂൺ 12 മണി വരെ 12 PM അടുത്ത ദിവസം ഉച്ച വരെ അദ്ദേഹത്തിന് ഒരു ദിവസം എന്നുള്ള രീതിയിൽ നിൽക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഡേ ആയി അല്ലേ? അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഡേ എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. ആ 12 മണിക്ക് ശേഷം അദ്ദേഹം എത്ര സമയം നിന്നാലും അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യും. എത്ര മണി വരെ? ആ 3 ജൂൺ ഉച്ചയ്ക്ക് 12 മണി വരെയും അദ്ദേഹത്തിന് സെക്കൻഡ് ഡേ ആയിട്ട് കണക്ക് കൂട്ടും. ഇദ്ദേഹം എന്ത് ചെയ്തില്ല? 3 ജൂണിലും 12 മണിക്ക് മുന്നേ 12 മണിക്കോ ചെക്കൗട്ട് ചെയ്യുന്നില്ല. പകരം അദ്ദേഹം ചെക്കൗട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ആ 3 ജൂണിൽ 4 മണിക്ക് മാത്രമാണ്. അതോടെ അദ്ദേഹത്തിൻ്റെ ആ 12 മണിക്ക് ശേഷമുള്ളതിനെ എന്തായിട്ട് കണക്ക് കൂട്ടും? 3rd ഡേ ആയിട്ട് കണക്ക് കൂട്ടും. അങ്ങനെ 3 ദിവസമാണ് ഇവിടെ റൂം റെൻറ്റിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ എന്താണ്? എങ്ങനെയാണ് ഈ ഒരു കേസിൽ ഈ പറഞ്ഞ ചെക്കൗട്ട് ടൈമിനെ മാത്രം ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ 24 hour ബേസിസിലും കൂടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് നോക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് 24 hour ബേസിലാണെങ്കിൽ എത്ര ഡേയ്സ് ആയിട്ട് കണക്ക് കൂട്ടുമായിരുന്നു എന്നുള്ളൊരു കാര്യം. അതായത് ഈ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് പാർട്ടിലായിട്ട് നമുക്ക് ഫസ്റ്റ് പറഞ്ഞിരുന്ന ആ ഒരു ചെക്കൗട്ട് ബേസിസിൽ മാത്രമല്ല ഒരു 24 hour ബേസിസിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ്റെ പാർട്ട് പറയുന്നുണ്ട്. അതായത് ലാസ്റ്റ് പാർട്ട് നോക്കുക.
Show also the amount payable by Mr. A if the charges were leviable at the rate of rupees 500 അല്ല 5000 ആണ് കറക്റ്റ് ചെയ്യണം. rupees 5000 for a stay of every 24 hours or part thereof plus service charges at 10%. അതായത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ തൊട്ട് മേളിൽ പറഞ്ഞത് 12 മണിക്ക് ഉച്ചയ്ക്ക് 12 PM ഹോട്ടലിൽ തന്നെ ചെക്ക് ഔട്ട് ടൈം ഫിക്സ് ചെയ്ത കേസിൽ എങ്ങനെ ചെയ്തോ അതിന് പകരം ഇവിടെ ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഫോർ എവറി 24 hours സ്പെൻഡ് ചെയ്യുന്ന ബേസിൽ 24 hour ബേസിസിൽ പെർ ഡേക്ക് ഒരു ദിവസത്തേന് 5000 രൂപ എന്ന രീതിയിൽ 500 എന്നാണ് കിടക്കുന്നത് 5000 എന്നാക്കുക. 5000 എന്നുള്ള രീതിയിൽ അതിൻ്റെ കൂടെ 10% സർവീസ് ചാർജ് കൂടെ ചേർത്ത് ചെയ്യുന്ന രീതിയിൽ 24 hour ബേസിസിലാണ് ചെക്കൗട്ട് നടത്തുന്നതെങ്കിൽ എങ്ങനെ റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമെന്നുള്ളത് കൂടെയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞ അതേ കേസുകൾ തന്നെ നമ്മളൊന്നും കൂടെ നോക്കുക. എന്നാണ് 1 ജൂണിൽ വന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് നോക്കണ്ട, 1 ജൂണിൽ എപ്പോൾ വന്നു, 4 മണിക്ക് വന്നെങ്കിൽ അതിനാണ് ഇമ്പോർട്ടൻസ്. ഹോട്ടലിൻ്റെ ചെക്കൗട്ട് ടൈം ഇനി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഹോട്ടലിൻ്റെ ചെക്കൗട്ട് ടൈം എന്ന് പറഞ്ഞ് ഇവിടെ നേരത്തെ നമ്മളൊരു 12 മണി കൺസിഡർ ചെയ്തിരുന്നല്ലോ. തൊട്ടടുത്ത ദിവസം 12 മണി കഴിഞ്ഞോ അതിന് മുന്നേ ആണോ എന്നുള്ളതിനെ വെച്ചാണല്ലോ 1 ഡേ ആണോ 2 ഡേ ആണോ എന്നൊക്കെ എടുത്തത്. ഇനി അതിൻ്റെ പ്രസക്തിയില്ല. പകരം ഇവിടെ 24 hour ബേസിസ് എന്ന് പറഞ്ഞാൽ എപ്പോൾ ചെക്ക് ഇൻ ചെയ്തു. ഇവിടെ ചെക്ക് ഇൻ ചെയ്ത ടൈം 4 PM ആണെങ്കിൽ തൊട്ടടുത്ത ദിവസം 4 PM വരെ 1 ഡേ ആണ് അല്ലേ. അത്ര ഇതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ 1 ജൂൺ 1 ചെക്ക് ഇൻ ചെയ്തു, 4 PM ചെക്ക് ഇൻ ചെയ്തു എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം 2 ജൂൺ 4 PM വരെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, 1 ഡേയുടെ റെൻറ്റിൽ നിൽക്കാനായിട്ട് പറ്റും. അദ്ദേഹം അന്ന് തന്നെ 10 മണിക്ക് ലെഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്, തൊട്ടടുത്ത ദിവസം വരെ നിന്നോ, തൊട്ടടുത്ത ദിവസം 4 മണി വരെ നിന്നോ, ഇല്ല അതിനുള്ളിൽ തന്നെ പോയി എന്ന് പറഞ്ഞാലും അദ്ദേഹം എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, മിനിമം ഗ്യാരൻറ്റീഡ് എമൗണ്ട് ആയിട്ട് 1 ഡേയുടെ എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. 5000 പ്ലസ് 10% സർവീസ് ചാർജോട് ചേർത്ത് 5500. സെക്കൻഡ് കേസ് എങ്ങനെയാണ് വന്നത്, 2 ജൂണിലാണ് അദ്ദേഹം 9 AM ലെഫ്റ്റ് ആവുന്നത്. 2 ജൂൺ എന്ന് പറഞ്ഞാലും എന്താണ്, 1 ജൂൺ 2 ജൂൺ വരെ നിന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, 2 ജൂണിൽ 4 മണി വരെ അദ്ദേഹത്തിന് ഒരു ദിവസത്തെ റെൻറ്റ് നിൽക്കാം. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു, രാവിലെ 9 മണിയായപ്പോഴേ ലെഫ്റ്റ് ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താണ്, അദ്ദേഹത്തിന് ജസ്റ്റ് 1 ഡേയുടെ മാത്രം റെൻറ്റ് സെക്കൻഡ് കേസിലും വരുന്നുള്ളൂ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. 1 ഡേ മാത്രം 5000 പ്ലസ് 500 കൂടെ ചേർത്ത് 5500. അടുത്ത കേസിൽ തേർഡ് കേസിൽ എന്താണ്, അദ്ദേഹം 2 ജൂൺ 6 PM ലെഫ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 1 ജൂൺ 4 PM വന്നു, 2 ജൂണ് അപ്പോൾ ഈ ഒരു കേസിൽ വ്യത്യാസം വരും. 2 ജൂണിൽ 4 PM കഴിഞ്ഞു അല്ലേ, 6 മണി വരെ അദ്ദേഹം അവിടെയുണ്ട്. 6 PM വരെ അദ്ദേഹമുണ്ട്. 4 മണി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സ്പെൻഡ് ചെയ്തത് കൊണ്ട് അതിനെ തൊട്ടടുത്ത ദിവസമായിട്ടാണ് വീണ്ടും ഒരു നെക്സ്റ്റ് ഡേ ആയിട്ട് കണക്ക് കൂട്ടും. അപ്പോൾ 1 ജൂൺ 4 PM മുതൽ 2 ജൂൺ 4 PM വരെയുള്ള 1 ഡേ കഴിഞ്ഞു. വീണ്ടും അടുത്ത 5 മണി 6 മണി എന്നുള്ള കൂടുതൽ എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്തതിന് എത്രാമത്തെ ഡേയ്സ് ആയിട്ട്, സെക്കൻഡ് ഡേ ആയിട്ട് കണക്ക് കൂട്ടും. അപ്പോൾ ഈ ഒരു കേസിൽ അദ്ദേഹത്തിന് എത്ര ഡേയ്സ് റെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും, 2 ഡേയ്സിലെ റെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ 5000 വെച്ച് 2 ഡേയ്സിലേക്കുള്ള റെൻറ്റ് എത്രയാണ്, 10,000 പ്ലസ് 10% സർവീസ് ചാർജ് കൂടെ ചേർത്ത് 1000 കൂടെ ചേർത്ത് 11,000 അദ്ദേഹം ടോട്ടൽ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ലാസ്റ്റ് കേസിൽ എന്താണ് സംഭവിക്കുന്നത്, 3 ജൂൺ 4 PM അദ്ദേഹം പോകുന്നത് അല്ലേ. അപ്പോൾ 1 ജൂൺ 4 PM മുതൽ 2 ജൂൺ 4 PM വരെ അദ്ദേഹത്തിന് ഒരു ദിവസമായിട്ട് അദ്ദേഹത്തെ കണക്ക് കൂട്ടും. അടുത്ത 3 ജൂൺ 4 PM വരെയും അദ്ദേഹത്തിന് എത്രാമത്തെ ഡേയ്സ് ആണ്, സെക്കൻഡ് ഡേ ആണ് അല്ലേ. ഒരു 4 PM മുതൽ അടുത്ത 4 PM വരെ ഒരു ഡേ, അടുത്ത 4 PM വരെ അടുത്ത സെക്കൻഡ് ഡേ. അപ്പോൾ തോന്നും നമുക്ക് പെട്ടെന്ന് 3 ദിവസം ഇല്ലേന്ന്, പക്ഷേ 3 ദിവസം ഇല്ല. 24 hour ബേസിസ് ആയതുകൊണ്ട് അദ്ദേഹം കൃത്യം 4 മണിക്ക് അവിടെ നിന്ന് ലെഫ്റ്റ് ആവുന്നത് കൊണ്ടും രണ്ടാമത്തെ ദിവസം 4 മണിക്ക് ലെഫ്റ്റ് ആവുന്നത് കൊണ്ടും ഈ ഒരു കേസിൽ അദ്ദേഹത്തിന് എത്ര എമൗണ്ടേ വരുന്നുള്ളൂ, 2 ദിവസത്തെ റെൻറ്റേ വരത്തുള്ളൂ. 2 ഡേയ്സ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്ന കേസാണ്. ഇതിനകത്ത് പ്രിൻറ്റ് മിസ്റ്റേക്ക് ഉണ്ട്. 2 ഡേയ്സ് എന്നുള്ള രീതിയിൽ നിങ്ങളത് കറക്റ്റ് ചെയ്ത് എഴുതിയാൽ മതി. 10,000 11,000 എന്നുള്ള രീതിയിലായിരിക്കും എമൗണ്ട് വരുന്നത്. ഈ ഒരു കേസിൽ ടെക്സ്റ്റിൽ കിടക്കുന്നത് നിങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ 15,000 16,500 എന്നൊക്കെ കിടപ്പുണ്ട്. 3 ഡേയ്സ് എന്നുള്ള രീതിയിൽ മുന്നേ ചെയ്തതുപോലെ തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെയല്ല, 24 hour ബേസിസിലാകുമ്പോൾ അത് കറക്റ്റ് ചെയ്യണം. ഇവിടെ 2 ഡേയ്സേ വരുന്നുള്ളൂ. അങ്ങനെ 2 ഡേയ്സിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് തൊട്ട് മേളിൽ കിടപ്പുണ്ടല്ലോ, അതേ രീതിയിലാണ് ഇവിടെ താഴെ എമൗണ്ട് വരുന്നത്. 2 ഡേയ്സിൽ 10,000 പ്ലസ് 10% സർവീസ് ചാർജോട് ചേർത്ത് 1,000 കൂടെ ചേർത്ത് 11,000 ആണ് അവിടെ വരേണ്ട എമൗണ്ട്. ഇനി നമുക്ക് ഇല്ലുസ്ട്രേഷൻ 5 കൂടെ നോക്കാം. ഇല്ലുസ്ട്രേഷൻ 5, തേജ അറൈവ്സ് അറ്റ് എ ഹൈവേ റിസോർട്ട് ഹോട്ടൽ അറ്റ് 2 PM on 15th July 2020 and a room is let out to him on European plan at rupees 1,000 for every night spent plus 10% service charge.
അതായത് ഇവിടെ ചെയ്യുന്നത് ഒരു തേജ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ വന്ന് ഒരു റിസോർട്ട് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. വന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 15 ജൂലൈ 15 അദ്ദേഹം വരുന്നു. 15 ജൂലൈ ഏത് ടൈമിലാണ് അദ്ദേഹം എത്തുന്നത്? ഉച്ചയ്ക്ക് 2 മണിക്ക് 2 PM അദ്ദേഹം ചെക്ക് ഇൻ ചെയ്യുന്നത്. യൂറോപ്യൻ പ്ലാനാണ്, അക്കോമഡേഷൻ മാത്രമേ ഉള്ളൂ. ഓരോ നൈറ്റ് എവറി നൈറ്റ് സ്പെൻഡാണ് അല്ലേ. ഓരോ നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നതിന് 1000 റുപ്പീസാണ്, പ്ലസ് 10% സർവീസ് ചാർജ് ഉണ്ട്. നേരത്തെയൊക്കെ പ്രോബ്ലം ചെയ്തതുപോലെ തന്നെ തൊട്ട് താഴോട്ട് പറയുന്ന സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് എത്ര എമൗണ്ട് വരുമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് കേസ് എന്താ? ഇഫ് ഹി ചെക്സ് ഔട്ട് അറ്റ് 7 PM ഓൺ 15 ജൂലൈ 2020, അതായത് നൈറ്റ് സ്പെൻഡ് ചെയ്ത ബേസിസിലാണ് ഇനി നമ്മുടെ മനസ്സിരിക്കേണ്ടത്. ഒരു നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അദ്ദേഹം ഫസ്റ്റ് കേസിൽ എന്താ ചെയ്യുന്നത്? ആ 15 ജൂലൈ തന്നെ വൈകുന്നേരം 2 മണിക്ക് വന്നു, 7 മണിക്ക് പോയി. വൈകുന്നേരം 7 മണിക്ക് പോയി. ഡിന്നർ ടൈം പോലും അവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. അന്നത്തെ നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്താൽ മാത്രമേ 1 ഡേ ആയിട്ട് അല്ലേ, 1 ഡേ ആയിട്ടും തൊട്ടടുത്ത ദിവസം അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്താൽ മാത്രമേ സെക്കൻഡ് നൈറ്റ് ഉണ്ടെങ്കിൽ സെക്കൻഡ് ഡേ ആയിട്ടും കരുതേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ നൈറ്റ് പോലും അവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. ഇന്ന് നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്താണ്, 0 കോസ്റ്റിൽ അദ്ദേഹത്തിന് പോകാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹത്തിന് മിനിമം ഗ്യാരണ്ടീഡ് എമൗണ്ട് എന്നുള്ള രീതിയിൽ 1 ഡേയുടെ ഇത് കൊടുക്കേണ്ടി വരും. 1 ഡേ സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ പോലും, 1 നൈറ്റ് സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ പോലും അദ്ദേഹം മിനിമം ഗ്യാരണ്ടീഡ് എമൗണ്ട് ആയിട്ട് 1 ഡേയുടെ ഇത് പേയ്മെൻറ്റ് നടത്തേണ്ടി വരുന്നതാണ് ഫസ്റ്റ് കേസ്. അപ്പോൾ 7 PM ലെഫ്റ്റ് ആയെങ്കിൽ, ചെക്കൗട്ട് ആയെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? 1 നൈറ്റ് സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ പോലും 1 നൈറ്റ് എന്നുള്ള രീതിയിൽ മിനിമം ഗ്യാരണ്ടീഡ് എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ എത്ര എമൗണ്ട് കൊടുക്കേണ്ടി വരും? 1000 എമൗണ്ട് പറഞ്ഞത്. അതിൻ്റെ കൂടെ 10% 100 കൂടെ ചേർത്ത് 1100 അദ്ദേഹം ഈ ഒരു കേസിൽ കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട്, റെൻറ്റ് കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട്. അത്രയേ ഉള്ളൂ. സെക്കൻഡ് കേസ് എന്താണ്? ഇഫ് ഹി ചെക്സ് ഔട്ട് അറ്റ് 8 PM ഓൺ 16 ജൂലൈ 2020, ജൂലൈ 15 വന്നു, അടുത്ത ദിവസം 16 ഏത് സമയത്ത് അദ്ദേഹം പോയി? 8 മണിയായപ്പോൾ പോയി. അദ്ദേഹം നൈറ്റ് ഒന്നും അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് നിന്നില്ല. നൈറ്റ് സ്പെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ജൂലൈ 15 വന്നു, അന്നത്തെ നൈറ്റ് സ്പെൻഡ് ചെയ്തു, എന്നാൽ 16 നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. 16 നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആകെ കൂടെ എത്ര നൈറ്റ് അവിടെ അദ്ദേഹത്തിന് കൗണ്ട് ചെയ്യുന്നുള്ളൂ? ആ 15 നൈറ്റ് മാത്രമേ, ഒരു ദിവസം മാത്രമേ നൈറ്റ് സ്പെൻഡ് ചെയ്തതായിട്ട് കൗണ്ട് ചെയ്തുള്ളൂ. സോ 1 ഡേയുടെ റെൻറ്റ് മാത്രം അദ്ദേഹം ഈ സെക്കൻഡ് കേസിൽ കൊടുത്താൽ മതിയാകും. സോ ഹി വിൽ ബി ചാർജ്ഡ് ഫോർ 1 നൈറ്റ്. അദ്ദേഹം ആകെ കൂടെ എന്ത് ചെയ്തിട്ടുള്ളൂ? ആ വന്ന 15 എന്നുള്ള ഡേറ്റിലെ മാത്രം നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു ദിവസത്തേത് മാത്രം കൊടുക്കുക. അപ്പോൾ അവിടെ ആ ഒരു കേസിൽ 1100 ആയിരിക്കും ടോട്ടൽ അദ്ദേഹത്തിൻ്റെ ഇന്ന് ചാർജ് ചെയ്യുന്നത്, സർവീസ് ചാർജ് ഉൾപ്പെടെ. നെക്സ്റ്റ് കേസ് ഏതാണ്? അദ്ദേഹം 16 ജൂലൈ 6 PM ലെഫ്റ്റ് ആവുന്നു. 16 ജൂലൈ തൊട്ടടുത്ത ദിവസം ഏത് സമയത്താണ്? 6 PM. 8 മണിക്ക് പോയി എന്നതിന് മുന്നേ 6 മണിക്ക് തന്നെ അദ്ദേഹം പോയി അല്ലേ. തൊട്ട് മുന്നേ പറഞ്ഞു 8 മണിക്ക് പോയി, ഇപ്പോൾ പറയുന്നു 6 മണിക്ക് പോയിരുന്നു. അപ്പോഴും എന്താണ്? സെയിം അല്ലേ കേസ്? നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ 15 നൈറ്റ് മാത്രമേ ഒരു 1 ഡേ ആയിട്ട്, എത്ര ഡേയ്സ് വരുന്നുണ്ട്? 1 ഡേ മാത്രമേ അദ്ദേഹത്തിന് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു ദിവസത്തെ റെൻറ്റ് മാത്രം. അവിടെയും എമൗണ്ട് എത്ര വരും? 1100 അദ്ദേഹത്തിൻ്റെ എമൗണ്ട് വരുന്നത്. അടുത്ത കേസ് ഏതാണ്? ലാസ്റ്റ് കേസ്. ഇഫ് ഹി ചെക്സ് ഔട്ട് അറ്റ് 10 PM ഓൺ 17 ജൂലൈ 2020, അതായത് 17 ജൂലൈയിൽ അദ്ദേഹം എത്ര മണിക്കാണ് പോകുന്നത്? 10 മണിക്ക് അദ്ദേഹം അവിടെ നിന്ന് ലെഫ്റ്റ് ആവുന്നു. അപ്പം നമ്മൾ ഓൾറെഡി നൈറ്റ് സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ വളരെ കൃത്യമായിട്ട് ഒരു ടൈം ഒന്നും പറയുന്നില്ല. ഒരു ഡിന്നർ ടൈമിന് മുന്നേ എങ്കിലും അല്ലേ, ഡിന്നർ ടൈമിന് മുന്നേ അവിടെ നിന്ന് പോയാൽ അന്നത്തെ നൈറ്റ് കൗണ്ട് ചെയ്യത്തില്ല, അല്ലെങ്കിൽ മിനിമം എമൗണ്ട് കൊടുത്താൽ മതി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നൈറ്റ് സ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബെഡ് ടൈം അദ്ദേഹം അവിടെ ഉണ്ടോ, രാത്രി ഉറങ്ങുന്ന അവിടെയാണോ എന്നുള്ളൊരു രീതിയിലും കൂടെ നമ്മളൊന്ന് മനസ്സിൽ ചിന്തിക്കുക. കാരണം ടൈം സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തോന്നും 10 മണി, 10 മണി എന്ന് പറഞ്ഞില്ലേ, 10 മണിക്ക് എന്താണ് ഡിന്നർ ടൈം കഴിഞ്ഞു എന്ന് നമുക്കൊരു ചെറിയ ഡൗട്ട് വരാം. പക്ഷേ അങ്ങനെ ആ ഒരു കോൺസെപ്റ്റ് നോക്കണ്ട. നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല, രാത്രി അവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ആ നൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണ്ട. അത് സമയം അല്ലേ, 10 മണി, 10 മണിക്ക് എന്താണ് ഞാൻ ഫുഡേ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് നൈറ്റ് സ്പെൻഡ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാതിരിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഡിന്നർ ടൈം എന്ന് പറയുന്നുണ്ടെങ്കിലും ടൈമിന് അവിടെ ഒരു സ്പെസിഫിക്കലി ഒരു ടൈം മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് നൈറ്റ് അവിടെ അല്ല, 10 മണിക്ക് അദ്ദേഹം അവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ നൈറ്റ് അവിടെ അല്ല സ്പെൻഡ് ചെയ്തത് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ അന്നത്തെ നൈറ്റ് 17 ജൂലൈ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നിൽക്കണ്ട. അപ്പോൾ ജൂലൈ 17 അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? 10 മണിക്ക് തിരിച്ചു പോകുന്നുണ്ട്. 10 മണിക്ക് 10 PM തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ജൂലൈ 15 നൈറ്റ് അവിടെയാണ്, 16 അവിടെ തന്നെയാണ്. എന്നാൽ 17 നൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. സോ ഇവിടെ എത്ര ഡേയ്സ് ടോട്ടൽ എടുത്താൽ മതി? 2 ഡേയ്സ് മാത്രം കാൽക്കുലേഷന് വേണ്ടി എടുക്കുന്ന ഒരു കേസാണ് ലാസ്റ്റ് കേസ് അല്ലേ. അപ്പോൾ 2 ഡേയ്സ് വരുമ്പോൾ 1000 എന്നുള്ളിടത്ത് എത്രയാകും? 2000 ആകും. 2000 സർവീസ് ചാർജ് കൂടെ 200 രൂപയുടെ ചേർത്ത് 2200 ലാസ്റ്റ് കേസിൽ അദ്ദേഹം കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട്.
അപ്പോൾ ഇതാണ് ലാസ്റ്റ് തേജ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു കസ്റ്റമറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ് ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ റൂം റെൻറ്റ് കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ അവിടെ സൊല്യൂഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കത് വായിച്ച് നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ചെറിയ കറക്ഷൻസൊക്കെ ഇവിടെയുള്ള ക്വസ്റ്റ്യനിലുള്ള കറക്ഷൻസൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞത് മുഴുവൻ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ഒരു ക്ലാസ്സിലുമായിട്ട് ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് റൂം റെൻറ്റ് എന്താണെന്നും റൂം റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ, ചാർജ് ചെയ്യുന്നതിൽ ഏതൊക്കെ ബേസ് ഉപയോഗിക്കാമെന്നുമാണ്. റൂം റെൻറ്റ് ചാർജ് ചെയ്യുന്നതിൽ 3 ബേസാണുള്ളത്. ഒന്ന് 24 അവർ ബേസിസിൽ, അതായത് 24 മണിക്കൂർ ആ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തേത് കൊടുക്കുക, അല്ലെ അതിൽ കുറവാണെങ്കിലും ഒരു ദിവസത്തെ കൊടുക്കുക. ഇനി അതിൽ കൂടുതലായാൽ തൊട്ടടുത്ത 24 അവറിൻ്റെ തൊട്ടടുത്ത ദിവസത്തേത് കൊടുക്കുക എന്ന് പറഞ്ഞ കേസ്. രണ്ടാമത്തെ കേസ് ഓൺ ദ ബേസിസ് ഓഫ് നൈറ്റ് സ്പെൻഡ്. ഒരു നൈറ്റ് ടൈം, ഒരു നൈറ്റ് മുഴുവൻ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 1 ഡേ ആയിട്ട് അതിനെ കണക്കാക്കുന്നു. അടുത്ത നൈറ്റും ഉണ്ടെങ്കിൽ 1 ഡേ. ഇനി അടുത്ത നൈറ്റിന് മുന്നേ പോയാൽ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ 1 നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നതിന് മുന്നേ പോയാലും മിനിമം എമൗണ്ട് എന്നുള്ള രീതിയിൽ 1 ഡേയുടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതി. ഏറ്റവും ലാസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത്, ഹോട്ടലിൽ തന്നെ ഒരു ചെക്കൗട്ട് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈമിന് മുന്നേ അല്ലെ ആ ടൈമിൽ ചെക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതിന് ശേഷവും സ്റ്റേ ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത ഡേയുടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന രീതി. വളരെ സിമ്പിളായിട്ട് കോൺസെപ്റ്റ് വെച്ച് തന്നെ നിങ്ങൾക്ക് പറയാനും അതിൻ്റെ എക്സാമ്പിൾസ് സഹിതം ആൻസർ ചെയ്യാനായിട്ടും പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നല്ല രീതിയിൽ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാനായിട്ടൂടെ കഴിയുന്ന കാര്യമാണ്. ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. പറഞ്ഞ അത്രയും പോയിൻറ്റ്സുകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.